നമസ്കാരം. മനീഷ് കുമാർ തൃപ്പൂണിത്തുറ MQSൻ്റെ പുതിയൊരു ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഇൻട്രൊഡക്ഷനിൽ ഒരു വീഡിയോ കൊടുക്കാം. ആ വീഡിയോ ഇപ്പോൾ തെളിഞ്ഞു വരും, നിങ്ങൾക്ക് കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട്. ഇത് മൊത്തത്തിലൊന്ന് കണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ചാർട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, ക്രിപ്റ്റോ, ഫോറക്സ്, കൊമോഡിറ്റി സെഗ്മെൻറ്റിലൊക്കെ വളരെ നല്ല രീതിയിൽ എൻട്രി എക്സിറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് സെക്ഷൻ ഉണ്ട്. രാവിലെ 9 തൊട്ട് 12 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്, മെൻറ്റർഷിപ്പാണ്, അതിൽ സപ്പോർട്ടിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും കുറച്ച് ലൈവ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലൈവ് റൂമിൻ്റെ ഒരു പബ്ലിക് ചാനലും പുതിയതായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. അതിൽ ലൈവിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിവേ നമുക്ക് ലൈവിലേക്ക് പോവാം. ഇന്നത്തെ വ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട് ഇന്നലെ പറ്റിയില്ല. വൈകിട്ടാകുമ്പോഴത്തേക്കും നല്ല ചുമയാണ്. ഈ സൗണ്ട് ഇങ്ങനെ തള്ളി പറയുമ്പോഴത്തേക്കും നല്ല ചുമയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് മാക്സിമം സൗണ്ട് കുറച്ചിട്ടൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് അനലൈസിലേക്ക് കിടക്കാം. മാർക്കറ്റ് 26 പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കണേ. അതായത് ഇന്നലെയും ഈ പറഞ്ഞ പോലെ ഇന്നലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് വിത്ത് കണ്ടിന്യൂവേഷൻ അപ് ട്രെൻഡ് ആയിരുന്നു. മിനിഞ്ഞാന്ന് കൺസോളിഡേഷൻ ആയിരുന്നു. എന്താ പറയണ്ട, ഒരു കൺസോളിഡേഷനാണ് കുറേ ദിവസമായിട്ട്. ഒരു ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആവും. അതിനുശേഷം ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ കൺസോളേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ഉണ്ട്, അതുകൂടാതെ വേറെ കുറേ ചർച്ചകളൊക്കെ ഓൾറെഡി നടക്കുന്നുണ്ട്. F&Oനെ ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട്, ടാക്സിനെ ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട്, ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഇൻവെസ്റ്റൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷേ റീറ്റെയിലേഴ്സിന് അതൊന്നും ബാധകമല്ല, അല്ലെങ്കിൽ ഇൻട്രാഡേക്കാർക്ക് അതൊന്നും ബാധകമല്ല. കാരണം 10 പോയിൻ്റ് എടുക്കുന്ന അല്ലെങ്കിൽ 20 പോയിൻ്റ് എടുക്കുന്ന ആൾക്കാർക്ക് എന്ത് ന്യൂസ് വന്നാലും എന്താണെങ്കിലും പ്രശ്നങ്ങളില്ല. F&O ഒക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിർത്തിപ്പോകത്തൊന്നുമില്ല എന്നാണ് കാര്യങ്ങൾ. കാരണം ഒരുപാട് ആൾക്കാർക്ക് ലോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുവിധം ഈ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സൊക്കെ കൊണ്ടുവരും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്യാമ്പിളിംഗ് ആയിട്ട് കാണുന്ന ആൾക്കാർക്കൊന്നും അത് ചിലപ്പോൾ സൂഹിക്കാനായിട്ട് ചാൻസ് ഇല്ല. സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെന്നും ഇത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിവേ മാർക്കറ്റ് 26 പോയിൻ്റാണ് അപ്പ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. RSI ഒരു ക്രോസ് ഓവർ ഓൾറെഡി കാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് റെഡിലേക്കും കൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു ഡൗണിലേക്കുള്ള ഒരു എക്സ്പെക്റ്റേഷൻ നടത്താം. അപ്പോൾ ഇന്ന് 24,500 മുകളിലോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിന് മുകളിലോട്ട് പോയാൽ മാത്രം നമ്മൾ ഒരു അപ്സൈഡിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. 24,510. അപ്പോൾ ഏതാണ്ട് 10-30 പോയിൻ്റ്, എത്ര പോയിൻ്റ് വ്യത്യാസമുണ്ട്? 26 പോയിൻ്റാണ് മാർക്കറ്റിൽ. അതിൽ നമുക്ക് ആദ്യം ഇൻഡെക്സിൻ്റെ ഒന്ന് നോക്കാം. ഇൻഡെക്സിലും 30 മിനിറ്റിൽ മാർക്കറ്റ് ക്രോസ് ഓവറാണ്. അപ്പോൾ അതിൻ്റെ കണക്ക് വെച്ചിട്ട് വേണം നമുക്ക് ഫ്യൂച്ചർ നോക്കാനായിട്ട്. മാർക്കറ്റ് നിൽക്കുന്നത് 24,417 24,417 പ്ലസ് 26 24,443. 24,443 എന്ന് പറയുമ്പോൾ ഹൈ
24,441. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ ഈ ഹൈക്ക് മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് തന്നെ. അപ്പോൾ ആ ഓപ്പണായ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കാം. ഒന്നായത് ഓപ്പണായിട്ട് നേരെ ഡൗണിലേക്ക് മാർക്കറ്റ് പോരാം, അല്ലെങ്കിൽ ഒരു ക്യാൻഡിൽ മുകളിലേക്ക് പോകും. അപ്പോൾ 24,438 താഴത്തോട്ട് മാർക്കറ്റ് ഫാളായാൽ മാർക്കറ്റ് അഗെയിൻ ഒരു ഡൗൺ ട്രെൻഡിലേക്കായിരിക്കും മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. 15 മിനിറ്റ്സിലും RSI ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ കൂടുതലും അപ്പോൾ അതേപോലെ 5 മിനിറ്റിൽ RSI ഒരു ഡബിൾ ക്രോസ് ഓവർ കാണിക്കുന്നുണ്ട്. നമ്മൾ കൂടുതൽ ലോട്ട് സൈസൊക്കെ കുറച്ച് ഹോൾഡ് ചെയ്യാനുള്ള പരുവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി മനസ്സിലാക്കി എടുക്കാം. 1 മണിക്കൂറും ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ട്. SMA താഴെയാണ്. അപ്പോൾ ഒരുപാട് കണക്കുകൾ വെച്ചിട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ 24,300 സി എടുക്കാം. ഇനിയിപ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഡെൽറ്റ വാല്യൂ കൂടി നിൽക്കുന്ന എടുത്തിട്ടേ കാര്യമുള്ളൂ. ഓൾറെഡി അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇന്നലെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ താഴത്തോട്ട് വരുമെന്നാണ് ഇന്നലെ നമ്മൾ 3 മണിയുടെ സെക്ഷനിൽ പറഞ്ഞു നിർത്തിയത്. അതേപോലെ തന്നെ പിയിൽ മാർക്കറ്റ് ഇന്നലെ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, വരാൻ പോസിബിലിറ്റി ഉള്ള ഒരു ലൈൻ. അപ്പോൾ അതിൽ സ്ട്രൈക്ക് ആദ്യം ഒന്ന് സെലക്ട് ചെയ്യണം. 110 24,500 സ്ട്രൈക്ക് വലിയ തെറ്റില്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 130 ഒരു 110 മുതൽ 130 വരെ. ഇനിയിപ്പോൾ ഇത്തിലൂടെ ഡെൽറ്റ വാല്യൂ കൂടി ഇതെടുക്കാമെന്ന് വിചാരിച്ചാലും ഭയങ്കര റേറ്റായി പോകും. നമുക്കിത് തന്നെ മതി. ഇനിയിപ്പോൾ നാളെ എക്സ്പയർ ചെയ്തുകൊണ്ട് റേറ്റ് കുറവൊന്നും അത്ര വലിയൊരു കുറവല്ല. അപ്പോൾ പി എവിടെ താഴത്തോട്ടെന്ന് പറഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 95. 95 താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് മെൽറ്റിങ്ങിലേക്ക് പോകും. അതർവൈസ് ഇത് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള ഒരു ഏരിയ 130 137 ആണ്. അപ്പോൾ അവിടെ ആവറേജ് ചെയ്യാം. ഇന്നലെ നോൺ ഡയറക്ഷനിലാണ് ആവറേജ് ചെയ്തത്. പക്ഷേ ഇന്നലത്തെ വീഡിയോ രാവിലത്തെ ലൈവിൻ്റെ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, കാരണം 2-2.25 മണിക്കൂർ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ തന്നെ ഒരു 30 മിനിറ്റിൽ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യാം. ഇന്നലത്തെ വീഡിയോ ഓൾമോസ്റ്റ് നല്ല വീഡിയോ ആയിരുന്നു. രാവിലെ തന്നെ എടുത്ത് സി ഹോൾഡ് ചെയ്യാന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഇന്നലെ ചെയ്തത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. സിയിൽ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി 178 സെലക്ട് ചെയ്തിട്ടുണ്ട്. പിയിൽ നമ്മൾ 110 സെലക്ട് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിൻ്റെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് വേണം കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാനായിട്ട്. നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 130.20 ആണ്. സി നിലവിൽ 2 മിനിറ്റിൽ ഡൗൺ സൈഡിലേക്കാണ്. അപ്പോൾ അത് ഡൗണിലേക്ക് വന്നാൽ 152 വരെ അല്ലെങ്കിൽ 163 ഒരു സപ്പോർട്ട് സോണാണ്. അവിടെ വരെ മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുക്കാൻ വരാനായിട്ടുള്ള ചാൻസസിലാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ പി തന്നെ സി 2 മിനിറ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ്. എനിവേ നോക്കാം. മാർക്കറ്റ് ഓപ്പൺ ആവാനുള്ള ടൈമൊക്കെ ഏതാണ്ട് ആയി. $115 കൂടെ ബ്രേക്ക് ചെയ്താൽ പി നല്ല രീതിയിൽ മൂവ് ചെയ്ത് മുകളിലോട്ട് പോകണം. 113 നമ്മൾ കറക്റ്റായിട്ടൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് തന്നെ കാര്യങ്ങളിലേക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. 117 116 118 118 120 കൂടെ ബ്രേക്ക് ചെയ്യണം. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ നോക്കിയാൽ നമ്മൾ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇന്നലെ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ സി ആണ് എടുത്തത്.
ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പി എടുക്കാം. സാമാന്യം തെറ്റില്ലാത്തൊരു മൂവ്മെൻറ്റ് ആദ്യം തന്നെ കിട്ടും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് റിജക്ഷൻ ആവാനുള്ള ചാൻസ് എന്ന് നമ്മൾ സിയുടെ കേസിൽ പറഞ്ഞു. ആ റിജക്ഷൻ കൂടെ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 152 വരെ ഫാളാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പി എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആയി 9:16 ആയപ്പോൾ തന്നെ നമുക്ക് എൻ്റെ ഒരു 10 പോയിൻ്റ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിൽ എൻ്റെ മൂവ്മെൻറ്റ് ഓൾറെഡി ഡണ്ണാണ്. അപ്പോൾ അത് ബാക്കി കുറച്ച് പോർഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം ഈ ഒരു ബ്ലൂ ലൈനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ടാ താഴത്തോട്ട് 152 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നൂറ്റി 19, 120. ഇപ്പം ഇന്നലത്തെ റെഡ് ലൈനിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായി, ഇന്നലത്തെ വൈറ്റ് ലൈനിൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോയി 122. അവിടെ ചെറിയൊരു റിജക്ഷൻ പോയിൻ്റാണ് ഈ വൈറ്റ് ലൈൻ, പ്രീവിയസ് ആയിട്ടുള്ള വൈറ്റ് ലൈനാണ്. 125 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്, പക്ഷേ ലോവർ വിക്കാണ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 117 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റ് 120 130 മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇപ്പോൾ ഓൾറെഡി 125 110 താഴെ വെച്ചിട്ടാണ് എൻട്രി കിട്ടിയത്. 110 മുതൽ 122 125 മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു 7 പോയിൻ്റ് കിട്ടിയാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. 125 ചെറിയൊരു സ്ട്രഗിൾ ഒക്കെ എന്തായാലും സ്വാഭാവികമായിട്ട് ഉണ്ടാവണമല്ലോ. മാർക്കറ്റ് ഒറ്റയടിക്കൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ കയറി പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഇന്നലെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇന്നും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 30 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ്. അതായത് പിയുടെ ഭാഗത്തേക്കാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ലെവലിലാണ് റിജക്ഷൻ എടുക്കുന്നത് തന്നെ. പക്ഷെ അതൊന്ന് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 152 കൂടെ പോരേണ്ടതാണ്. നമ്മൾ ആ ഒരു ലെവലിലേക്ക് ഒരു ആകർഷണം എന്തായാലും മാർക്കറ്റിൽ വരണം. അപ്പോൾ ഓൾമോസ്റ്റ് 125 ഒരു 5 പോയിൻറ്റും കൂടെ കയറിക്കഴിഞ്ഞാൽ നമ്മൾ വരച്ച ലൈനും ആ ഒരു ചാർട്ടിൽ വന്ന ലൈനും നിങ്ങൾ നോക്കി എന്ത് അക്യുറസി ആയിട്ടാണ് വന്നേക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ 130.20 വരച്ചത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ ചാർട്ട് എന്താ വരച്ചേക്കണേ, 130 ചാർട്ട് വരച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു 1.5 വർഷം ഈ ഒരു ചാർട്ട് ഫോളോ ചെയ്ത് സ്ഥിരമായിട്ടൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് ഉള്ളത്, നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. നമ്മുടെ ഡയറക്ഷൻ കറക്റ്റാണ് എന്നുള്ളതാണ് ആ പറയുന്നതിൽ അർത്ഥമുള്ളത്. അപ്പോൾ 130 നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ചെയ്തു. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 110 മുതൽ 130 വരെയുള്ള 20 പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ബാക്കി ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 125 സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് വളരെ കുറഞ്ഞ ലോട്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് അങ്ങ് ഇടുക. എവിടം വരെ പോകണോ അവിടം വരെ പോട്ടെ എന്നുള്ള കണ്ടീഷനിലാണ്. കാരണം വീക്കർ ഹാൻഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അതായത് 2 ദിവസം കൊണ്ട് മാർക്കറ്റ് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് 3 ദിവസം കൊണ്ട്. പിന്നെ രണ്ടാമത് ഇന്നലത്തെ വൈകുന്നേരത്തെ ലൈവിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വൈറ്റ് ലൈൻ മൂവ് ചെയ്തിട്ടില്ല, വൈറ്റ് ലൈൻ എങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ല. അത് ഇവിടെ നിൽപ്പുണ്ട്, 137 നിൽപ്പുണ്ട്. അപ്പോൾ മാർക്കറ്റ് 137 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് ലൈൻ ഇന്നലെ മുട്ടിയിട്ടില്ല. വൈറ്റ് ലൈൻ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇവിടെ ഫോം ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് എന്താണെങ്കിലും തിരിച്ചു വരും എന്ന് ഇന്നലെ പറഞ്ഞിട്ടാണ് നമ്മൾ 3 മണിയുടെ ലൈവ് അപ്ലോഡ് ചെയ്തിട്ടില്ല, 3 മണിയുടെ ലൈവിൽ പറഞ്ഞത്. കാരണം സാധാരണ ഇതേപോലത്തെ ഒരു വൈറ്റ് ലൈൻ ഇവിടെ വരേണ്ടതാണ്. ആ വൈറ്റ് ലൈൻ അവിടെ വന്നിട്ടില്ല. അപ്പോൾ അത് ആ വൈറ്റ് ലൈൻ മൈഗ്രേഷൻ ചെയ്തിട്ടില്ല. അത് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് തിരിച്ചൊരു ആ ഭാഗത്തേക്ക് എന്തായാലും വരും. ഇത് തന്നെയാണ് നമ്മൾ മിനിഞ്ഞാന്നും അപ്ലൈ ചെയ്ത സിസ്റ്റം. രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 130 ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും വരും എന്ന് നമ്മൾ ഉറപ്പ് പറഞ്ഞു. അതിനും കുറച്ചും കൂടെ മുകളിലേക്ക് പോയി. അപ്പോൾ 110 മുതൽ 137 വരെ 27 പോയിൻ്റാണ് കറക്റ്റായിട്ട് എടുത്തിരിക്കുന്നത്.
ആ 27 പോയിട്ട് മതി. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞ 9:20 തന്നെ പരിപാടികളൊക്കെ ഏതാണ്ടൊക്കെ തീരുമാനമായി. ഇനി 137 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പോട്ടെ. 140 എക്സ്പാൻഷനൊക്കെ ചെയ്ത് നിൽപ്പുണ്ട്. ബാക്കി ഉള്ള ചെറിയ ലോട്ട്, വളരെ ചെറിയ ലോട്ട് എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റും വേണ്ട, കുറച്ചും കൂടെ കയറ്റി വെക്കാം. ഒരു 116 110 എൻട്രി കിട്ടിയത്. ബാക്കിയുള്ള പോർഷൻ, അതായത് നമ്മൾ 127 80% നമ്മൾ സോൾഡ് ഔട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള 20% ഒരു 10 പോയിൻ്റ് 5 പോയിൻ്റ് കയറ്റി വെച്ചിട്ട് വൈകുന്നേരം വരെ അവിടെ ഇട്ടേക്കുക. എന്താ സംഭവിക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ മാർക്കറ്റിൽ 110 നമ്മൾ ഈ 110 ബ്രേക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ ഈസി ആയിട്ട് 137 ഇറങ്ങി. ഒരു തവണ 140 മിച്ചം കിടപ്പുണ്ട്. 140 ഓൾറെഡി ടച്ച് ചെയ്യാനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് പറഞ്ഞു നമ്മളുടെ മാക്സിമം 30 മിനിറ്റിൽ, ഇനിയിപ്പോൾ ഈ ചാർട്ട് ഞാൻ എന്തായാലും മാറ്റുന്നില്ല. ഇത് 30 മിനിറ്റിൽ SMA ഒക്കെ മുകളിൽ നിൽക്കുകയാണ്. 30 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ ഏതെങ്കിലും ഒരു ടാർഗറ്റിൻ്റെ ലെവലിൽ എത്തുന്നത് വരെ ഇത് ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ബാക്കിയുള്ള തീരുമാനം. അത് ഹോൾഡ് ചെയ്ത് എത്ര പോയിൻ്റ് കിട്ടാം. അപ്പോൾ നമ്മൾ മാക്സിമം 131.7 ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ 115 എന്ന് പറഞ്ഞാൽ ഈ ഒരു കൺസോൾട്ടേഷൻ സോണിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് കയറ്റിയിട്ടാൽ ബ്രോക്കറേജ് എങ്കിലും കിട്ടും. അപ്പോൾ ബാക്കിയുള്ള ലോട്ട് അവിടെ കിടക്കട്ടെ. അപ്പോൾ അതിനു മുമ്പ് സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, മാർക്കറ്റ് 140 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 140 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു യെല്ലോ ലൈനിലേക്കായിരിക്കും മൂവ് ചെയ്യണത്. അപ്പോൾ അടുത്ത 30 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ ഈ 156 നിൽക്കുന്ന യെല്ലോ ലൈൻ 149 ഷിഫ്റ്റ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് യെല്ലോ ലൈനിൽ മുട്ടിയിട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോൾ 88 വരെ ഫാൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. ഈ ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് പിയിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് മുകളിലോട്ട് പോകാനായിട്ടാണ് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലോ അതിൻ്റെ പിന്നത്തെ ക്യാൻഡിലോ മേ ബി ഉണ്ടായേക്കാം. അപ്പോൾ നമ്മളത് എപ്പോഴും പ്രതീക്ഷിച്ച് വേണം നിൽക്കാൻ. അപ്പോൾ എന്തായാലും മാർക്കറ്റ് 135 ഒരു 137 ബ്രേക്ക് ചെയ്താൽ, അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു യെല്ലോ ലൈൻ്റെ ലോയും ഈ ഒരു യെല്ലോ ലൈൻ്റെ അപ്പും ഒരേപോലെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇന്നലെ ഒരുപാട് തവണ ബ്രേക്ക് ചെയ്യാൻ നോക്കിയ സ്ഥലമാണ്. അപ്പോൾ 135-37 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 140 പോകാനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു യെല്ലോ ലൈനിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലതായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 140 പോകാനുണ്ട്, 160 പോകാനുണ്ട്. 160 പോയി കഴിഞ്ഞാൽ 210 പോകാനുണ്ട്, 235 പോകാനുണ്ട്. എനിവേ നമുക്ക് ഇപ്പോൾ സമയം ഇപ്പോൾ തന്നെ 18 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ അടുത്ത ഇതിൻ്റെ ക്രോസ് ഓവർ എവിടെയാണോ ആ സമയത്ത് വീഡിയോ ഓപ്പൺ ചെയ്യുക. അതിന് മുമ്പ് ഏതെങ്കിലുമൊക്കെ ഒരു ട്രിഗർ എത്തുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വീഡിയോ ഓൺ ചെയ്ത് പറയാം. അപ്പോൾ എങ്ങനെ ഹോൾഡ് ചെയ്യണം, എത്ര നേരം ഹോൾഡ് ചെയ്യണം. കാരണം ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡെയിലി നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഇൻകം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു ആദ്യത്തെ ടാർഗറ്റിൽ മാക്സിമം അതിൽ നിന്ന് ഇറങ്ങും. അല്ലാണ്ട് ആ ലോട്ട് മുഴുവൻ കൂട്ടി വെച്ചുകൊണ്ട് ആ ടാർഗറ്റിൽ മുട്ടുമ്പോൾ ഇത് മാക്സിമം പോട്ടെ, മാക്സിമം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ലോട്ട് സൈസും കൂടെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോസിലേക്ക് പോകാനായിട്ട് ചാൻസ്. ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരു ഡെയിലി എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 3000-2500 ആണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ നല്ലൊരു എൻട്രി നോക്കി എടുക്കുക. ഒരു 20 പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ഹാഫ് പോർഷൻ കൊടുക്കുക. അപ്പം തന്നെ എൻ്റെ ഡെയിലി ആയിട്ടുള്ള ഒരു ടാർഗറ്റ് ഓൾറെഡി ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് ഹയർ ടൈം ഫ്രെയിമിൽ ലോങ് ആയിട്ട് അങ്ങ് ഹോൾഡ് ചെയ്തേക്കുക. ബാക്കിയുള്ളത് ഒന്നെങ്കിൽ കിട്ടും അല്ലെങ്കിൽ കിട്ടില്ല. പിന്നെ നോക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഇൻട്രാഡേ ഓപ്ഷനിൽ എൻട്രി എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചേക്കുക. അപ്പം 3:15 ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏതിലാണോ ഹൈ പൊസിഷൻ നിൽക്കണം അവിടെ സ്ക്വയർ ഓഫ് ആവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺ സൈഡിൽ വന്നിട്ട് ഹിറ്റ് ചെയ്ത് സ്ക്വയർ ഓഫ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു സ്പേസ് കണ്ടുപിടിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 4-5 എൻട്രി, അതായത് ഒരു 21 ലോട്ട്
അല്ലെങ്കിൽ ഒരു 50 ലോട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ 250 ക്വാണ്ടിറ്റി 500 1000 ക്വാണ്ടിറ്റി ഒക്കെ ഇട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാസത്തിൽ 2-3 ട്രേഡ് ചെയ്താൽ മതി. ഈ ഒരു 30 മിനിറ്റിൻ്റെ RSI നോക്കിയിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ആ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നിർത്തിയിട്ട് അങ്ങനെ ഒരു 6 അല്ലെങ്കിൽ 10 ട്രേഡ് ഒരു മാസത്തിൽ ചെയ്ത് കഴിയുമ്പോൾ അതിൽ 4 ഹിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് മാസീവായിട്ടുള്ള പ്രോഫിറ്റാണ്. നമ്മൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണമെന്ന് നിർബന്ധമില്ല. കിട്ടുന്നത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ 115 താഴത്തോട്ട് വന്നാൽ മാത്രം, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് 110 നമ്മളുടെ എൻട്രി പ്രൈസ്. ആ 110 വന്നാൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ അതിൽ ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ യെല്ലോ ലൈൻ. അതെപ്പോഴും ഒരു റിജക്ഷനാണ്. കാരണം ഇത് ഗ്രീനിലേക്കും കൂടെ കയറിക്കഴിഞ്ഞാലാണ് കൺഫേം മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 140 ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ ഒരു 137 അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള 130 എന്നുള്ള ലെവല് ഇന്നലെ വൈകിട്ടേ നോട്ട് ഔട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് വളരെ ക്ലിയർ കട്ടായിട്ട് ആ ഒരു എൻട്രി നമുക്ക് എടുക്കാൻ പറ്റിയത്. ബിക്കോസ് ഈ സെയിം സിസ്റ്റമാണ് നമ്മൾ മിനിഞ്ഞാന്നും ഫോളോ ചെയ്ത്. അല്ലാണ്ട് മാർക്കറ്റിൽ 365 ദിവസം 365 സിസ്റ്റോ 365 ചാർട്ട് പാറ്റേണോ കാര്യങ്ങളൊന്നുമില്ല. മുമ്പ് എന്തുണ്ടായോ അതാണ് റിപ്പീറ്റ് ചെയ്ത് മാർക്കറ്റിൽ ഫോം ആവുന്നത്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കി വെക്കുക. അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു സ്ഥിരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വേണം. ആ സ്ഥിരമായിട്ടുള്ള സ്ട്രാറ്റജി ലോസ് ആണെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള മനോധൈര്യം ഉണ്ടെങ്കിൽ 1000 ലോട്ട് എടുത്തിട്ടാണെങ്കിലും 1000 ക്വാണ്ടിറ്റി എടുത്തിട്ടാണെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് കിട്ടും, ധൈര്യം നമുക്ക് കിട്ടും. എനിവേ 21 മിനിറ്റായി, 129 മാർക്കറ്റ്. നെക്സ്റ്റ് ക്യാൻഡലിൽ ഉള്ള മൂവ്മെൻറ്റ് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഓരോ ട്രിഗർ എത്തുമ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഓൺ ചെയ്ത് പറയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ ലെവൽ, അതായത് 152, അതായത് ആ മഞ്ഞ ലൈൻ ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ അത് എന്താവാം? 152 വരെ. അതായത് 110 നമ്മൾ ഹോൾഡ് ചെയ്തത് 55 വരെ വന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് 110 45 പോയിൻറ്റ്. അപ്പോൾ നമ്മളെന്താണ് 30 മിനിറ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു മഞ്ഞ ലൈനിൽ മുട്ടും, 155 മുട്ടി. അത് കഴിഞ്ഞിട്ട് മേ ബി അവിടെ നിന്ന് ചിലപ്പോൾ വെരി നെക്സ്റ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ആ ക്യാൻഡിൽ തന്നെയോ താഴത്തോട്ടോ ഒരു വലിവ് ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ സേഫായിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 155 എന്ന് പറഞ്ഞിട്ടുള്ള ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ 155 ബ്രേക്ക് ചെയ്തൊക്കെ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് പോകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് എവിടെ ട്രെയിൽ ചെയ്ത് വെക്കാം? 155 വേണമെങ്കിൽ അവിടെ ഇറങ്ങാം, സേഫ് ആവാം. എന്നിട്ട് പിന്നെ താഴത്തോട്ട് വരുമ്പോൾ വീണ്ടും എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 127 നിലവിലുള്ള പൊസിഷൻസ് 127 നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. ഇനി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് ഭാഗത്തേക്കാണ് പോകാനുള്ള ചാൻസ് ഉള്ളത്? 160 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇനി പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് 182. പിന്നെ അതുകൂടാതെ 160 155 നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 160 ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട്. അതും കൂടെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് പതുക്കെ മുകളിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട് 155. ഇനി നമുക്ക് പീലുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് മാർക്കറ്റ് മിച്ചം ഇട്ടിട്ടാണ് പോയിരിക്കണേ. അപ്പോൾ 142 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 146 മൂവ്മെൻറ്റും കൂടെ ഫുൾഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 155 160 അല്ലെങ്കിൽ ഈ ഒരു മഞ്ഞ ലൈനിൽ മുട്ടിയിട്ട് അറ്റ് എ ടൈം അവിടെ നിന്ന് മാർക്കറ്റ് നല്ലൊരു വലിവ് വരുമെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞത് എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ റീസൺ. അതായത് 155 160 മാർക്കറ്റ് മുട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ആ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ വളരെ ശക്തമായിട്ടുള്ള ഒരു അടിവലിവ് ഉണ്ടാവുമെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ആ അടിവലിവ് ഇവിടെ മുട്ടിയ സമയത്ത് ഓപ്പോസിറ്റ് നമ്മൾ 131 ഇപ്പോൾ 10 പോയിൻ്റാണ്. നിലവിൽ 140 142 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് എവിടെ ചെന്ന് ഹിറ്റ് ചെയ്യും? ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ ഒരു മൂവ്മെൻറ്റ് ഒന്നും കൂടെ ഒന്ന് ഇപ്പോൾ ഒരു മാർക്കറ്റ് ഒന്ന് കയറ്റി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രെയിൽ ചെയ്ത് അവിടെ ഇരുന്നോളും. 2 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡിലേക്ക് റെഡിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 135 സപ്പോർട്ടായിട്ട് അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കയറ്റി അങ്ങ് വെച്ചേക്കുക, അത്രേ ഉള്ളൂ. റെഡൊന്നും അത്ര വലിയ റെഡൊന്നും ആയിട്ടൊന്നും ഞാൻ കണക്ക് കൂട്ടണില്ല. അത് തിരിച്ച് നമ്മൾ പറഞ്ഞത് 140 142. അപ്പോൾ ഇത് ചെറിയൊരു അടിവലിവ് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ 140 142 കൂടെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ ആ അടിവലിവ് ഇവിടെ കറക്റ്റായിട്ട് എവിടെ കിട്ടി? 131 142 വരെ. അവിടെ ഈസി ആയിട്ട് നമുക്ക് 10 പോയിൻ്റ് എടുക്കാം. ഇനി അതിൻ്റെ ഹൈ ഒന്നും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്യണം. അത് ആദ്യത്തെ 2 റിജക്ഷനാണ് ഈ കണ്ടത്. എന്തായാലും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു റിവേഴ്സ് ഇവിടെ നിന്ന് കയറി വന്നാൽ ഈ ഒരു ഗ്യാപ്പ് ബാക്കി പോയിൻ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം കയറുമ്പോൾ എപ്പോഴും നമ്മൾ ചോട്ടിൽ നിന്ന് കയറണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ മുട്ടിക്കഴിഞ്ഞിട്ട് അടിവലുവ് വരുമെന്ന് പറഞ്ഞു. ആ അടിവലുവേ ശരിക്കും 123 എന്നൊക്കെ എടുക്കേണ്ട അടിവലുവാണ്. വേണ്ട, 129 നിന്ന് എടുത്താലും 132 വരെ, അതായത് 140 142 ഒരു റിജക്ഷൻ ഏരിയ ആണ്. അത് ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്താൽ അടുത്ത ഒരു 4 പോയിൻ്റ് ഈസി ആയിട്ട് ഈ ഗ്യാപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും എൻട്രി എടുത്താലും ട്രെയിൽ ചെയ്ത് മുകളിലോട്ട് വെക്കണം. ആ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അതാണ് ഇവിടെ എൻട്രി എടുത്താലും നേരെ കയറ്റി മുകളിലോട്ട് വെക്കുക എന്ന് പറയുന്നതിൻ്റെ റീസൺ. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് പി സൈഡിലേക്ക് നിൽക്കുകയാണ്. ഇവിടെ ഒഴുക്കിനെതിരെയാണ് നമ്മൾ നീന്തണേ. ഒഴുക്കിനെതിരെ നമ്മൾ നീന്തുമ്പോൾ ഒരു കാരണവശാലും വലിയ സ്റ്റോപ്പ് ലോസ് ഇടാനോ അല്ലെങ്കിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴത്തേക്കും ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ചേക്കുക. ഇവിടെ ഹോൾഡിങ് അങ്ങ് ഇട്ടേക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ യെല്ലോ ലൈൻ മുട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 100 വരെയൊക്കെ ചിലപ്പോൾ ഫാളാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് 100 വരെയൊക്കെ ചിലപ്പോൾ ഇതൊക്കെ ഫാളായേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റെഡ് ഫോം ചെയ്തപ്പോൾ പറഞ്ഞത് ആ റെഡൊന്നും ഒരു റെഡല്ല. മാർക്കറ്റ് എവിടെ പോയാലും തിരിച്ച് ഈ ഭാഗത്തേക്ക് തന്നെ ഒരു വലിവ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ. അപ്പോൾ പൊതുവേ ഈ ഒരു റെഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോഴത്തേക്കും പലരും പാനിക്കാവും. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ പാനിക്കാവാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരേ സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശീലിച്ചു കഴിഞ്ഞാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു തവണ കൂടെ ഈ 141 ഒന്ന് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ നമ്മൾ വരച്ച വരയിൽ 146.75 നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ യെല്ലോ ലൈൻ വന്ന് നിൽക്കുന്നത് 146 അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കൊരു വിക്ക് മുകളിലോട്ടോ അത് ഹൈ വോളിയത്തോടെ ആണെങ്കിൽ 152 പോകാം. പിന്നെ രണ്ടാമത്തെ കേസ് ഈ ഒരു ഡോട്ട്, അതായത് 141.20 ബ്രേക്ക് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് തിരിച്ചു വരാം. അതായത് ഇന്നലെ മാർക്കറ്റ് സിയിൽ വൈകിട്ട് ഡൗൺ ഇട്ട് പോയിട്ട് ഇന്നാണ് ആ ഭാഗത്തേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ അതും കൂടെ നമ്മളെപ്പോഴും മനസ്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളൊരു ട്രേഡ് എടുക്കാൻ. മാർക്കറ്റിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇന്നേ അത് ഫില്ല് ചെയ്തിട്ട് വലിയ രീതിയിൽ മുകളിലോട്ട് പോകാനുള്ളതാണെങ്കിൽ ഇന്ന് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടേ മാർക്കറ്റ് പോകത്തുള്ളൂ. നമ്മൾ രണ്ട് ഭാഗവും ചിന്തിക്കണത് എപ്പോഴും നമ്മുടെ കയ്യിലൊന്നും അല്ല. നമ്മൾ ടെക്നിക്കലി കണ്ട കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഉള്ള കാര്യം മനസ്സിലാക്കി അങ്ങനൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞൊരു സംഗതി ട്രേഡിന് കൊണ്ടുവന്നേക്കുന്നതുകൊണ്ട് തന്നെ അതിനാണ് നമ്മളുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ RSI വീണ്ടും ഇവിടെ ഒരു ക്രോസ് ഓവർ ആവുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ്
ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാനിപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട് 140 141 ബ്രേക്ക് ചെയ്താൽ 146 ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനും നിൽക്കുന്നത്. ഇത് പറയുന്നത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ഒരു പാറ്റേൺ പോലെ വരുന്നില്ലേ, വലിയ ക്യാൻഡിൽ, അതിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാൻഡിൽ, അതിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാൻഡിൽ, അതിൻ്റെ ഉള്ളിൽ ചെറിയ ക്യാൻഡിൽ, അതിൻ്റെ ഉള്ളിലൊരു ഡോജി ക്യാൻഡിൽ, ഇങ്ങനെ ഒരു ത്രികോണം പോലെ ഇത് മാറ്റാം. അത് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഒരു അടുത്ത മൂവ്മെൻറ്റ്. ഈ ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ എന്ന് പറഞ്ഞ സംഭവമാണ് ഇവിടെ ലോസ് ആക്കുന്നത് കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്യാതെ, ഇത് ഈ പറഞ്ഞ പോലെ ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ, അതായത് ഈ വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എന്തായാലും 146 പോകുമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ നിന്നേ കയറിയിരിക്കാം, ഒരു 5 പോയിൻറ്റ് കൂടുതൽ കൂടെ കിട്ടുമല്ലോ എന്നുള്ള കാര്യങ്ങൾ അവിടെ ഒരു തോന്നൽ പലർക്കും വരാം. അപ്പോൾ അവിടോട്ട് ബ്രേക്ക് ചെയ്ത് പോകത്തുമില്ല, അവിടം വരെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് പോരുകയും ചെയ്യും. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്, കാരണം ഈ പറഞ്ഞ പോലെ പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് തന്നെ ചെലന്തി വല പോലെ ഇരിക്കണുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ ഇത്ര ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്ര ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഇത്രയും ലൈൻസ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാതെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ പഠിച്ചൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ MACD ബോളിംഗർ ബാൻഡ്സോ ഈ വക കാര്യങ്ങളൊക്കെ പഠിച്ചേക്കണ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ലൈനൊന്നും കിട്ടത്തില്ല. ഇവിടെ 3 ലൈൻ ഇട്ടിട്ടുണ്ട്, ഈ 3 ലൈൻസിന് ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ഈ ലൈൻ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തില്ല. അപ്പോൾ ചിലവർ അത് ഇൻബിൽട്ടായിട്ടുള്ള ഇൻഡിക്കേറ്ററാണ് ഇടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സെൻട്രൽ ലൈനേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ വരുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ സെൻട്രൽ ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നടുക്കുള്ള ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ അംഗരക്ഷകരെ ഓവർകം ചെയ്ത് പോയാൽ മാത്രമാണ് എനിക്ക് എന്ന് വെച്ചാൽ പ്രധാനിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ. ഇത് യുദ്ധത്തിന് എന്നുള്ള പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പടയാളികളുണ്ട്, ഈ പടയാളികളെ കൊന്നാൽ മാത്രമല്ലേ എനിക്ക് നടുക്കുള്ള ആളെ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പോൾ ആ അംഗരക്ഷകരെ കവച്ച് വെച്ച് പോയാൽ മാത്രമാണ് എനിക്ക് എൻ്റെ ലക്ഷ്യസ്ഥാനത്തിട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതായത് ഇത് ചിലവർ പറയും ഇത് മഴവില്ല് പോലെ ഇരിക്കണമെന്ന് പറയും, ചിലവർ പറയും ഇത് ചെലന്തി വല പോലെ ഇരിക്കണമെന്ന് പറയും. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ലോസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഒരിക്കലും പ്രോഫിറ്റ് മേക്ക് ചെയ്യുക എന്നുള്ള ലക്ഷ്യമല്ല, ലോസ് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതേപോലത്തെ ഇൻഡിക്കേറ്ററുകൾ ആഡ് ചെയ്യുന്നത്. അത് ആദ്യം ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ട് വരുമ്പോൾ ആ ഓരോന്നിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഓൾമോസ്റ്റ് നമ്മളുടെ ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടുള്ള 160 മാർക്കറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞ പോലെ ചെറിയൊരു ഉൾവലിവ് വന്നിട്ടുണ്ടായിരുന്നു. ആ വലിവ് ഓൾമോസ്റ്റ് 130 തൊട്ട് 140 വരെയുള്ളൊരു ഉൾവലിവേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്താ ഗുണം? ഇതെടുത്ത് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം. അതായത് ഹ്യൂജ് ലോട്ട് എടുത്തിട്ട് മാക്സിമം പ്രോഫിറ്റ് നമ്മൾ എടുത്തു, അതിനുശേഷം അതിൽ കുറേ പോർഷൻസ് കൊടുത്തു, അതിനുശേഷം ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെച്ചു. അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനിടക്കുള്ള ഇതേപോലെയായിട്ടുള്ള മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഫണ്ട് വേണം, അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് വേണം. ഇപ്പം ഇൻ കേസ് മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിക്കാതെ ഓപ്പോസിറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ഹെഡ്ജ് ചെയ്ത് വെക്കാം, അതിന് നമുക്ക് ഫണ്ട് വേണം. മാർക്കറ്റ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്, 146 മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത 182 ടാർഗറ്റിലേക്ക് നമ്മൾ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഒരു തീരുമാനം എടുത്തിട്ട് അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ 182 തേർഡ് ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടുണ്ട്. 176 ഇതിൻ്റെ ഹൈ പോയേക്കണത് 176 വരെ പോയിട്ടുള്ളൂ, എന്നാലും ഓൾമോസ്റ്റ് ഡണ്ണാണ്. 171 173. ഞാൻ ആ ബ്ലൂ ലൈൻ മാറ്റിയതിൻ്റെ കാര്യം, എങ്ങാനും അതിൽ തൊട്ട് കഴിഞ്ഞാൽ റിജക്ഷൻ ആവും. 183 ആണ് റിജക്ഷൻ ഏരിയ. 170
മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. 175. അപ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്കെടുത്തിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പം അങ്ങനെ പോയാലും പലർക്കും സംശയമുണ്ട് ഈ ഹോൾഡിംഗ് ഒക്കെ നടക്കുന്ന കാര്യമാണോ, ഒക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ. ചെറിയൊരു സ്റ്റക്ക് ഹാങ് വന്നിട്ടുണ്ടല്ലോ. അതിനോടെ കിടക്കട്ടെ. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ, ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പോൾ ഒരു ഹ്യൂജ് ലോട്ടൊക്കെ എടുത്തിട്ട് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മെൻറ്റാലിറ്റിയൊക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കണം. നമ്മുടെ എൻട്രി കറക്റ്റ് ഒരു പക്ക പൊസിഷൻ ആയിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് പോകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 110 എന്നുള്ള ഒരു ഹോൾഡിങ് 170 വരെ. അപ്പോൾ 60 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 60 × 25 1500 രൂപ. ഞാൻ നോർമലായിട്ട് എടുക്കുന്നത് ഇപ്പോൾ 7 ലോട്ട് ആണ് നോർമലായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 10,500 1500 × 21 ലോട്ടാണെങ്കിൽ 31,500. അത് 30,000 വെച്ചിട്ട് ഒരു മാസത്തിൽ 4 ട്രേഡ് എടുത്താൽ മതി. ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന അവസരങ്ങൾ ഒരു മാസത്തിൽ 10-15 തവണ വരും പല ടൈം ഫ്രെയിമിലായിട്ട്. അപ്പോൾ അതിൽ ഒരു 4 നമുക്ക് അത്ര കോൺഫിഡൻ്റ് ഉള്ള ഒരു 4 എടുത്ത് ഹോൾഡ് ചെയ്താലും നമുക്ക് 4 ട്രേഡ് ഒരു മാസത്തിൽ ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ചവറ് പോലെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്തേ പറ്റൂ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല. ഒരു ട്രേഡ് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ് ഒരു ട്രേഡ് ചെയ്യാതിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കണം. ഇതൊക്കെ നമുക്ക് ഏകദേശമൊക്കെ കൺഫേം ആയിട്ടുള്ള എൻട്രിയാണ്. ഈ ആഴ്ച നമുക്ക് കിട്ടിയ എൻട്രീസ് എല്ലാം 100% കൺഫേം ആയിട്ടുള്ള എൻട്രീസ് ആണെന്ന് ഈ ആഴ്ച മുഴുവനായിട്ട് കിട്ടിയത്. ശരിക്കും ഈ ആഴ്ചത്തെ ട്രേഡ് മാത്രം മതി ഈ മാസം ഇനി ട്രേഡ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറിൻ്റെ ക്യാൻഡിലിൽ ഒരു ഡൗൺ ഉണ്ടായിരിക്കുന്നത് 1.5 ഡൗണാണ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ പ്രതീക്ഷിച്ച ഡൗണാണ്, അത് ഇന്ന് ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി പൊക്കത്ത് കയറ്റിയിട്ട് താഴത്തോട്ട് ഉരുട്ടിയിടുന്നൊരു സീനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത ആ ഒരു സാധനം 200ലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. 205ലേക്ക് 6ലേക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അത് ഇനി 230ആണ്. 230 മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏതാണ്ടൊക്കെ തീരുമാനമാക്കാം. അപ്പോൾ തേർഡ് ടാർഗറ്റ് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് 210ലേക്ക്. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ആണ് ഞാൻ മെജോറിറ്റി മാസത്തിൽ 4 മാസം കോൺസെൻട്രേഷൻ ചെയ്യുന്ന ട്രേഡ്. അപ്പോൾ 210 ടച്ച് ചെയ്തു. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം മാർക്കറ്റ്. അപ്പോൾ നമ്മൾ എത്രയിലെടുത്തേ, നമ്മൾ 110 വളരെ കൂളായിട്ട് 213 100 പോയിൻ്റ് വളരെ ഈസി ആയിട്ട് നമ്മൾ ട്രിഗർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഹോൾഡ് ചെയ്യാം, ഒരു ഹോൾഡിങ് എങ്ങനെ ചെയ്യാം, അതിന് വേണ്ട എൻട്രി എവിടെ പ്ലാൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് 237 ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 260ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 244. ഇപ്പോൾ പലരും ഈ വീഡിയോ ഈ പറഞ്ഞ പോലെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഹോൾഡ് ചെയ്യണത് നിങ്ങൾ മൊത്തത്തിലൊന്ന് കാണിക്കാത്തത് എന്താണെന്ന് പലരും പലപ്പോഴും പറയാറുണ്ട്. പലർക്കും ഡൗട്ടുണ്ട്, ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണോ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ, ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു സേഫ് സോണും കൂടെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫൈനൽ ടാർഗറ്റ് 250 റൗണ്ട് ചെയ്ത് കൂട്ടാം. പിന്നെ ഹൈ പോയിരിക്കുന്നത്
247 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ 237 ഫൈനലായിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, മാർക്കറ്റ് 264 മാർക്കറ്റ് പോയി. അതാണ് 1/3 എന്ന് പറയും. അതായത് 3 ദിവസം കൊണ്ട് താഴെ ഇറക്കിയത് ഒറ്റ ദിവസം കൊണ്ട് തിരിച്ച് മാർക്കറ്റ് കയറും. ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മുടെ സ്റ്റഡി റൂമിൽ ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീക്കർ ഹാൻഡ് ട്രേഡിംഗ് എന്ന് പറയും. അതായത് 3 ദിവസം, അതായത് 90 ക്യാൻഡലിൽ താഴത്ത് ഇറക്കി കഴിഞ്ഞാൽ 30 ക്യാൻഡലിൽ തിരിച്ചു കയറും. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി 260 ട്രിഗർ ചെയ്തിട്ടുണ്ട്. മാക്സിമം കയറ്റി അങ്ങ് വെച്ചേക്കുക. കയറ്റി വെച്ച് ഇനി ചെല്ലാനുള്ള ഒരു ഏരിയ 300 ഇനി സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ ഇത് ക്രോസ് ഓവർ ആവുന്നവരെ അവിടെ കിടക്കട്ടെ എന്നാണ് എൻ്റെ ഒരു തീരുമാനം. 260 വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ബാക്കി മിച്ചമുള്ളതിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. എന്നിട്ട് ബാക്കി കുറച്ചും കൂടെ കയറ്റിയിട്ട് 210 230 ഒക്കെ ഈസി ആയിട്ട് കയറ്റി വെക്കാം. അനദർ ടാർഗറ്റ് 260 റീച്ച്ഡ്. 50 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലൊരു മടക്കിനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 5 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോൾ 300 മുട്ടാനായിട്ട് നിൽപ്പുണ്ട് മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള 275 റിജക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ 275 ഒന്ന് റിജക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ 287 300 റേഞ്ചിലേക്കായിരിക്കും. അപ്പോൾ ഒരു 250 അല്ലെങ്കിൽ നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവിലേക്കൊക്കെ നമുക്ക് കയറ്റി വെക്കാം. ഇല്ലെങ്കിൽ ഈവൻ ഇവിടെ ഇറങ്ങിയാലും നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരാനില്ല. 269 300 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 200 പോയിൻ്റാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. 300 ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ചെല്ലുമ്പോൾ ആ പ്രൈസ് ആക്ഷൻ്റെ ലൈൻ നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇവിടെ ഈ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ടിപ്പിലാണ് മാർക്കറ്റ് ഇടിച്ചു നിൽക്കുന്നത്. അമ്മേ, കിട്ടുന്ന നമ്മൾ മാക്സിമം ഈ മുകളിലോട്ട് പോകുമ്പോൾ ആഡ് ചെയ്തല്ല കൊടുക്കേണ്ടത്. താഴത്തു നിന്ന് മാക്സിമം എടുത്തിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഓരോ പോർഷൻ വിറ്റ് ലാസ്റ്റ് 1 or 2 ലോട്ട് സൈസ് ആക്കണം. ഓരോ ടാർഗറ്റിൽ ഓരോ ലോട്ട് വിറ്റാലും പ്രശ്നങ്ങളില്ല. $262 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. 287 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഇത് 2 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോസ് ഓവറിൻ്റെ വക്കിലേക്ക് വരുന്നുണ്ട്. 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ നിൽക്കുന്ന ലെവൽ 246. ആ 46 ഒക്കെ ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാലാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോരത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ മാക്സിമം ഇറങ്ങാനുള്ള സ്പേസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ മൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇറങ്ങാനുള്ള സ്പേസാണ്. അപ്പോൾ 244 ഒരു എത്ര പോയിൻ്റ് ഉണ്ട്? 44, 55, 65. അപ്പോൾ ഇത്രയും ഡെൽറ്റ വാല്യൂ കൂടി നിൽക്കുമ്പോൾ 20 പോയിൻ്റൊക്കെ വരും വ്യത്യാസം. വൺ മിനിറ്റിൽ ക്രോസ് ഓവറാണ്. ഇവിടെ നിന്നൊരു പോക്ക് താഴത്തോട്ട് വന്നാൽ സപ്പോർട്ട് എടുക്കാനായിട്ട് എങ്ങോട്ട് വരും? 210 വരും. അപ്പോൾ ഇനി മാക്സിമം നമ്മൾ ടൈറ്റ് ചെയ്ത് ഇറങ്ങണം. അല്ലാതെ നമ്മൾ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത്രയും പോയിൻ്റ് കിട്ടിയ സ്ഥിതിക്ക് ഡോജി ക്യാൻഡിലാണ്. കാരണം ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇനി എടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ ഇതിൻ്റെ താഴത്തോട്ട് ഈ ബോക്സാണ് ഇനിയുള്ള അടുത്ത മൂവ്മെൻറ്റ് തീരുമാനിക്കുന്നത്. കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഓൾറെഡി പറഞ്ഞതാണ് 24,510 ഹൈ ബ്രേക്ക് ചെയ്യാത്തടത്തോളം കാലം മാർക്കറ്റ് മുകളിലോട്ട് പോവില്ല, മാർക്കറ്റ് ഡൗണേ വരുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന കേസുകളാണ്. അപ്പോൾ ശരിക്കും ഇവിടം വരെ മാർക്കറ്റ് എത്തണം. 24,280 അവിടം വരെ ശരിക്കും മാർക്കറ്റ് എത്തേണ്ടതാണ്. ഒരു ഫുൾഫിൽ എന്ന് പറഞ്ഞാൽ 1/3 ആയിട്ട്, അതായത് 3 ക്യാൻഡിൽ പൊക്കത്ത് പോയെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാർക്കറ്റ്
24,280 എത്തണം. അതിന് മുമ്പ് ഇവിടെ ചെറിയ റിജക്ഷൻസ് ഒക്കെ വരും, അതൊക്കെ സ്വാഭാവികം. RSI സ്റ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. 15 മിനിറ്റ്സിലും RSI എന്താണ് നിൽക്കുന്നത്? ഡൗൺ സൈഡാണ്. ഇവിടെ ഒരു ക്രോസ് ഓവർ വന്ന് ക്രോസ് ഓവറോ ഗ്രീനിലേക്കോ വരാതെ നമുക്കൊരു കാരണവശാലും ചിന്തിക്കാൻ പറ്റുന്നില്ല. സീനെ പറ്റി നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് ആലോചിക്കുന്നില്ല. അടുത്ത ആ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന ലെവലിലേക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 24,280 നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്? മാർക്കറ്റ് ഈ ഒരു ബോക്സ് താഴത്തോട്ട് വരാതെ ഡൗൺ ആവില്ല. അപ്പോൾ ഇവിടെ ട്രെയിൽ ചെയ്ത് വെക്കാം. മാർക്കറ്റ് 304 ഓൾറെഡി റീച്ച് ചെയ്ത്, ഓൾറെഡി നോക്കിയേ 200 പോയിൻ്റാണ് റൈഡ് ചെയ്തെടുത്തത്. 1-2 പോയിൻ്റ് അല്ല, 200 പോയിൻ്റാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ റൈഡ് ചെയ്തെടുത്തത്. ഇനി എവിടം വരെ പോകണം അത് പോയി കഴിഞ്ഞാൽ? ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് ഇനി കിട്ടിയ 335 ഓൾമോസ്റ്റ് 309.60 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, റൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. ഇതിനും വലിയൊരു ഉദാഹരണം ഇനി കാണിക്കാനായിട്ടില്ല. ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇനി ഇവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞ് 24,210 അതാണ് 1/3 ആയിട്ട് മാർക്കറ്റ് ഇറങ്ങും എന്ന് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ എത്തി നിൽക്കുകയാണ്. ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ 24,125 മാർക്കറ്റ് ഡൗൺ ആവുന്നത്. 3 ക്യാൻഡിലാണ് വളരെ സിമ്പിളായിട്ട് ഹോൾഡ് ചെയ്ത്. 310 ഓൾമോസ്റ്റ് 316. $315 റിജക്ഷൻ ഏരിയ ആണ്. 315 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 360 പോകത്തുള്ളൂ. 310 വളരെ സേഫാണ്. ഓൾമോസ്റ്റ് ഞാൻ ക്വിറ്റ് ചെയ്യുന്നു 311 കറക്റ്റ് 200 പോയിൻറ്റ്സ്. ഞാനിനി മുമ്പോട്ട് പോകുന്നില്ല, കാരണം ഇവിടെ നിന്നൊരു മൂവ് ഇനി കിട്ടിക്കഴിഞ്ഞാൽ 360 മാർക്കറ്റ് പോകും. അപ്പോൾ ഇനിയുള്ളത് ഒരു ലോട്ടുള്ളത് നമുക്കൊരു 270 ലോക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. 270 ലോക്ക് ചെയ്യാം. ഈ മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ 360 വരെ മാർക്കറ്റ് പോകും. 360 ബ്രേക്ക് ചെയ്താൽ 382 വരെ മാർക്കറ്റ് പോകും. കാരണം ഇവിടെ ഈ ഒരു ലൈൻ ടച്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഒരു റിജക്ഷൻ 24,240 അടുത്തത് 24,210 സ്റ്റിൽ 15 മിനിറ്റ്സിൽ RSI ഡൗൺ സൈഡ് തന്നെയാണ്. 5 മിനിറ്റിലും RSI ഡൗൺ സൈഡ് തന്നെയാണ്. ഈ ക്രോസ് ഓവർ എപ്പോൾ ആവുന്നോ വളരെ കുറച്ച് പോയിൻറ്റും കൂടെ ഉള്ളു 24,210. 24,420 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്താൽ 210. ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? 270 ഭാഗത്ത് വരികയാണെങ്കിൽ എക്സിറ്റ് ആവാം. അല്ലാന്നുണ്ടെങ്കിൽ സാധനം 360, അതായത് ഇത് എവിടെ മുട്ടുന്ന ലെവലിൽ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് 24,210 10-30 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ 24,240 എന്നുള്ളതൊരു സപ്പോർട്ട് സോണാണ്. 242, 220 അടുത്ത കൺസോൾട്ടേഷൻ. വളരെ ലെങ്തി ആയിട്ടുള്ള കൺസോൾട്ടേഷൻ സോണാണ് 24,220. അപ്പോൾ അത്രയിടം വരെ മാർക്കറ്റ് വരാം. ഇല്ലെങ്കിൽ ഇവിടെ സേഫാണ്. ഇവിടെ നിന്ന് അടുത്ത ക്യാൻഡിൽ എൻ്റെ ഒരു മൂവ്മെൻറ്റ് ചിലപ്പോൾ ഇങ്ങോട്ട് എത്തും എന്നും വിചാരിച്ച് ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 24,240 റിജക്ഷൻ ഉണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് 315 താഴത്തേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയമില്ല. 336, 339, 344 വളരെ ഓക്കെ
റീച്ച് ചെയ്തിട്ടുണ്ട്. 24,220 റീച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 360 റീച്ച് ചെയ്തിട്ടുണ്ട്. 360 ബ്രേക്ക് ചെയ്താൽ 382 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 360 ഇപ്പോൾ ഓൾമോസ്റ്റ് ഡണ്ണാണ്. 357.30 വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബഫർ സോൺ നമ്മൾ ഇട്ട് വെക്കുന്നത് വളരെ 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 നല്ലതാണ്. അപ്പോൾ ഇത് ഒരു 340 ട്രെയിൽ ചെയ്ത് വെച്ചാലും, ഇനി ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു ഏരിയ എന്ന് വെച്ചാൽ 330 ട്രെയിൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏരിയ. അല്ലാന്നുണ്ടെങ്കിൽ 315 നമ്മുടെ സേഫ് സോൺ. അതായത് നമ്മൾ 24,220 റീച്ച് ചെയ്യുമ്പോഴത്തേക്കും ആണ് ഒരു എക്സിറ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ പോയി. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ റൈഡിങ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇതുവരെ റൈഡ് ചെയ്താൽ കാണിക്കുന്നില്ലല്ലോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ആ വീഡിയോ ഒരെണ്ണം പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനുള്ള എക്സാക്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയാണ് ലൈവ് വ്യൂവിൽ ഞാൻ വ്യൂ അനലൈസ് ചെയ്യുന്നത്. ഒരിക്കലും ഒരാളോട് എടുക്കാനോ വിൽക്കാനോ ഒന്നും നമ്മൾ പറയില്ല. അപ്പോൾ ഇതേപോലത്തെ ഉള്ള 4 ട്രേഡ് ആണ് എൻ്റെ ഒരു മാസത്തെ എൻ്റെ ഫോക്കസ്. അതിപ്പോൾ 10 എണ്ണം ഞാൻ പല വീഡിയോയിലും പറയാറുള്ള ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് 10 ട്രേഡ് ലോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ 15 ട്രേഡ് ലോസ് ആയാലും നമുക്ക് 4 ട്രേഡ് മതി ലോസ് റിക്കവർ ചെയ്യാനെന്ന് ഞാൻ മെയിനായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിങ്ങനെയുള്ള ട്രേഡിലാണ് നമ്മളത് ഓവർകം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല നമ്മൾ 200 പോയിൻ്റൊക്കെ റൈഡ് ചെയ്യണത്. ഇതിനു മുമ്പും പലതവണയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിവേ നമ്മുടെ ഈ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മളുടെ ഒപ്പം ഇതേപോലെ വ്യൂ മനസ്സിലാക്കി പ്രോഫിറ്റ് എടുത്ത് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ ചാർട്ട് പഠിക്കാം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.